أعوذ بالله من الشيطان الرجيم إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഅബയുടെ ഒരു ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചുറ്റും മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. മസ്ജിദുൽ ഹറമിൻ്റെ നിർമ്മാണത്തിനും വലിയ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഇബ്രാഹിം നബിയുടെ കാലത്ത് അവിടെ ഒരു പള്ളിയുടെ രൂപത്തിലൊന്നുമില്ല. ആ കഅബയുടെ ചുറ്റും അങ്ങനെ നമസ്കരിക്കുക എന്നൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ചെറിയ ചെറിയ നിർമ്മിതികളാണുള്ളത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികാസം നടക്കുന്നത്. അദ്ദേഹം അതിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗങ്ങൾ, ഇപ്പോൾ ശരിക്കും ഹറം എന്ന് പറയുന്നത് ഏകദേശം 30 കിലോമീറ്ററോളം വിസ്തൃതിയാണ് ഹറമിൻ്റെ ഒരു പരിധി. ഹറമിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മസ്ജിദുൽ ഹറമിൻ്റെ ഈ പള്ളി നിർമ്മാണത്തിൻ്റെ ഒരു ഒന്നാം ഘട്ട വികസനം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് നടന്നത്. അദ്ദേഹം ആ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ വാങ്ങി ആ ഭാഗത്തുള്ള നിർമ്മിതികൾ വീടുകളൊക്കെ അത് പൊളിച്ച് അവിടേക്ക് പള്ളി വികസിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഓരോ കാലഘട്ടത്തിലും പിന്നീട് വന്ന ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അബ്ബാസി കാലത്തിലും മംലൂക്ക് കാലത്തൊക്കെ വലിയ വികാസങ്ങൾ അതിന് വരികയുണ്ടായി. പിന്നീട് സൗദി ഭരണകൂടം വന്നതിന് ശേഷം വമ്പിച്ച വളർച്ച അതിനുണ്ടായിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ മസ്ജിദുൽ ഹറമിൻ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ നിർമ്മാണങ്ങൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം 12-13 ലക്ഷത്തോളം ആളുകൾക്ക് ഒരുമിച്ച് അതിനുള്ളിൽ നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും വിശാലമായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കൂടി അത് സജ്ജമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും അതിൻ്റെ വികസനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഹജ്ജിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഹജ്ജിലെ പ്രധാനപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇഹ്റാമാണ്. ഇഹ്റാം എന്ന് പറയുമ്പോൾ പവിത്രത എന്ന അർത്ഥത്തിൽ നിന്നാണ് വന്നത്. അതായത് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നീട് ആ കർമ്മങ്ങൾ കഴിയുന്നത് വരെ, ഹജ്ജാണെങ്കിൽ ഹജ്ജ്, ഉംറയാണെങ്കിൽ ഉംറ, രണ്ടിനും ഇഹ്റാം വേണം. ആ കർമ്മങ്ങളിൽ നിന്ന് വിരമിക്കുന്നത് വരെ നമ്മൾ പവിത്രമായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ മാനസികമായും ശാരീരികമായിട്ടൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഇഹ്റാം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ വസ്ത്രം മാറേണ്ടതുണ്ട്. വസ്ത്രം എന്ന് പറയുന്നത് തുന്നലില്ലാത്ത, ശരീരത്തിൻ്റെ ആകൃതിയില്ലാത്ത വസ്ത്രം. അതായത് തുണി ആണ്, 2 തുണിയാണ് ഉപയോഗിക്കുക. അത് വെള്ളയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. വെള്ള നിർബന്ധമൊന്നുമില്ല. 2 തുന്നലുകളില്ലാത്ത, ശരീരത്തിൻ്റെ ആകൃതിയല്ലാത്ത 2 തുണിക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഉടുക്കുകയും ശരീരം മറക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേക വസ്ത്രമില്ല. അവരുടേതായ വസ്ത്രങ്ങൾ ധരിക്കാം. പക്ഷേ അവർ നിയ്യത്ത് വെച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടുന്നാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്? അതിന് മീക്കാത്ത് എന്ന് പറയും. അപ്പോൾ മീക്കാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 5 മീക്കാത്തുകളാണുള്ളത്. അത് ഓരോ പ്രദേശത്തുകാർക്കും ഓരോ മീക്കാത്താണ്. ഇത് ഓരോ ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ആ മീക്കാത്തിലെത്തുമ്പോൾ ഇഹ്റാം ചെയ്തിട്ട് പിന്നീട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന മീക്കാത്ത്, യലംലം എന്ന് പറയുന്ന മീക്കാത്ത്. അപ്പോൾ അത് നമ്മളിവിടുന്ന് പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് ആ മീക്കാത്ത് എത്തുക. അപ്പോൾ അത് ചെയ്യാറുള്ളത് എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ ആളുകളൊക്കെ ഇഹ്റാം കെട്ടി ഇട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക പിന്നീട്. അപ്പോൾ ഇഹ്റാം ചെയ്യുമ്പോൾ അവിടെ നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഇഹ്റാം ചെയ്യുക. ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്യുന്നു. ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ നിയ്യത്തുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇഹ്റാം ചൊല്ലിയിട്ട് തെൽബിയത്ത് എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. തെൽബിയത്ത് എന്ന് പറഞ്ഞാൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് പറയുന്ന, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹജ്ജിൻ്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ടി വിയിലൊക്കെ മറ്റേ ഇതിൻ്റെ വീഡിയോസ് വരും. അപ്പോൾ ലബ്ബൈക്ക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവേ, ഞാനിതാ നിന്നിലേക്ക് വിളി കേട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഏതാണ് ആ വിളി? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, വ അദ്ദിൻ ഫിന്നാസിലിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് വേണ്ടിയിട്ട് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആരുമില്ല, ആ പ്രദേശത്തൊന്നും ആരുമില്ലാത്തൊരു സമയത്താണ്.
അപ്പോൾ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയാണ്, ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരും. ആളുകൾ ഇങ്ങനെ വാഹനപ്പുറത്തേറിയിട്ട് നടന്നുകൊണ്ട് വിദൂരമായ ദിക്കുകളിൽ നിന്ന് പോലും വരും. അന്നത് മനസ്സിലാവില്ല, ഇവിടേക്ക് ആര് വരാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആളുകൾ വന്നണയുന്ന ഒരു പ്രദേശമാണ് ഹജ്ജ്. ഇന്ന് ആളുകൾക്ക് നറുക്കെടുത്തിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹമുള്ള എത്രയോ മനുഷ്യന്മാരുണ്ടാവും. എല്ലാവർക്കും പോകാൻ പറ്റില്ല, കാരണം അതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് നറുക്കൊക്കെ എടുത്ത് മത്സരിച്ചിട്ടൊക്കെയാണ് ആളുകൾ അതിലേക്ക് എത്തുന്നത്. ഏതായാലും ലബ്ബൈക്കൊക്കെ ചൊല്ലിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നീട് കർമ്മം വരുന്നത് തവാഫാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കഅബയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തവാഫ് പറഞ്ഞു. തവാഫ് എന്ന് പറഞ്ഞാൽ കഅബയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം കഅബയെ ഇടതുവശത്താക്കിയിട്ട് ഇങ്ങനെ ചുറ്റുക എന്നതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റുന്ന സമയത്ത് നമ്മളുടെ ഇടത് ഭാഗത്തായിരിക്കും കഅബ ഉണ്ടാവുക. ഹജറുൽ അസ്വദിൽ നിന്നാണ് തുടങ്ങുക. അവിടുന്ന് തുടങ്ങി പിന്നീട് ഹജറുൽ അസ്വദിലെത്തും, 7 ഒരു പ്രാവശ്യത്തും, പിന്നെ അങ്ങനെ 7 തവണ ആണ് പിന്നെ തവാഫ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലുള്ള അതിൽ നമുക്ക് ദുആകൾ, അതുപോലെ ദിക്റുകൾ ഇതൊക്കെ ചെല്ലാം. പിന്നെ അതിനുശേഷം പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് സഈ ആണ്. സഈ എന്ന് പറഞ്ഞാൽ സഫ മർവകൾക്കിടയിലുള്ള ഓട്ടമാണ്. അപ്പോൾ സഫ മർവകൾക്കിടെ അത് തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഇപ്പോൾ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതെല്ലാം വരുന്നത്. ഇന്നവിടെ മലയും കുന്നുമൊന്നുമില്ല, മുമ്പത് മലയും കുന്നുമൊക്കെ ആയിരുന്നു. ഹാജറ ബീവി വെള്ളമന്വേഷിച്ചുകൊണ്ട് സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കൊക്കെ ഓടിയതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് സഈ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സഫ മലക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പരസ്യ പ്രബോധനം നടത്തുന്നത് ആ സഫ മലയിൽ കയറി നിന്നിട്ടാണ്. അവിടെ കയറി നിന്നിട്ടാണ് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയത്, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നിറക്കുന്ന ഒരു സ്ഥലമാണ്. ഇതും 7 തവണയാണ്. അതായത് സഫയിൽ നിന്ന് മർവയിലേക്ക് എത്തുമ്പോൾ 1 തവണയായി, മർവയിൽ നിന്ന് സഫയിലെത്തുമ്പോൾ 2 തവണയായി, അങ്ങനെ 7 തവണയായിട്ടാണ് സഈ പൂർത്തിയാക്കേണ്ടത്. അതിൻ്റെ ഇടയിലും ഒരുപാട് ദിക്റുകൾ, പ്രാർത്ഥനകൾ ഒക്കെ ചൊല്ലുന്ന ഒരു രീതിയാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നീട് മിനയിലാണ്. മിനയിൽ താമസിക്കുക എന്ന് പറയുന്നതാണ് ഹജ്ജിൽ. അപ്പം മിന, അതുപോലെ അറഫ, മുസ്ദലിഫ, ഈ 3 പ്രദേശങ്ങൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. പിന്നെ കഅബയിൽ നിന്ന് ഏകദേശം മസ്ജിദുൽ ഹറമിൽ നിന്ന് അവിടേക്കുള്ള കിലോമീറ്ററുകളുണ്ട്. മിന എന്ന് പറയുന്നത് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് വരുന്നത്. അവിടുന്ന് പിന്നീട് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് മുസ്ദലിഫ വരുന്നത്. അവിടുന്ന് വീണ്ടും കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് അറഫ് വരുന്നത്. അപ്പോൾ ഈ തവാഫ് കഴിഞ്ഞതിന് ശേഷം, അതായത് ദുൽഹജ്ജ് 8-നാണ് ഈ പറയുന്ന തവാഫ് കഴിയുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മിനയിലേക്കാണ് പോവുക. അങ്ങനെ മിനയിൽ രാത്രി താമസിക്കുകയാണ് ചെയ്യുക. അവിടെ ഒരുപാട് ടെൻറ്റുകൾ കാണാൻ കഴിയും. മിന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നൊരു വാക്കിൽ നിന്നുണ്ടായതാണ്. ഉമ്നിയത്ത് എന്നൊക്കെ പറയും. അതിൽ നിന്നുണ്ടായതാണ് ആ വാക്ക്. ആളുകളുടെ ഒരു ആഗ്രഹവും അഭിലാഷവും ഒക്കെ അവർ പ്രാർത്ഥനയിലൂടെയും മറ്റൊക്കെ അവിടുന്ന് പ്രകടിപ്പിക്കും. ആ മിനയിൽ തന്നെയാണ് ജംറകളുള്ളത്. ജംറ എന്ന് പറഞ്ഞാൽ കല്ലെറിയും. ഹാജിമാർ കല്ലെറിയുന്ന സ്ഥലത്തിനാണ് ജംറ എന്ന് പറയുക. അപ്പോൾ അത് പ്രതീകമാകുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ ബലി കൊടുക്കാനായി അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ കൂട്ടിപ്പോകുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ശൈത്താനും. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെറിഞ്ഞ് ഓടിക്കുന്നുണ്ട്, 2-3 തവണ കല്ലെറിഞ്ഞ് ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അവിടെ ജംറകളുള്ളത്. ആ ജംറകളിൽ ഹാജിമാർ കല്ലേറ് നടത്തുന്ന ഒരു ചടങ്ങ് കൂടി ഹജ്ജിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നീട് മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ദലിഫ. മിന കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ ഇസ്ദലഫ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുക, അടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് ആളുകൾ ഒരുമിച്ച് കൂടുന്ന, അടുക്കുന്ന സ്ഥലം എന്നാണ്. അതായത് അത് പിറ്റേ ദിവസം, അതായത് ദുൽഹജ്ജ് 10-ന് അത് അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, ദുൽഹജ്ജ് 9-ന് അറഫയിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി, ദുൽഹജ്ജ് 9-ന് രാത്രി 10-ൻ്റെ രാവിലെ തമ്പടിക്കുന്ന സ്ഥലം, അവിടെ കിടന്നുറങ്ങുന്ന സ്ഥലം കൂടിയാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. അവിടെയാണ് ദുൽഹജ്ജ് 9-ൻ്റെ രാത്രി കഴിഞ്ഞുകൂട്ടുന്നത്, മുസ്ദലിഫയിലാണ്. പിന്നീട് അത് കഴിഞ്ഞാലാണ് അറഫയുള്ളത്. അപ്പോൾ അറഫ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട്. അത് ദുൽഹജ്ജ് 9-നാണ് അറഫ.
ദുൽഹജ്ജ് 9 അറഫ മൈതാനിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ എല്ലാ ഹാജിമാരും ഒരുമിച്ച് നിൽക്കണം. വിശാലമായൊരു മൈതാനി, വിശാലമായൊരു സ്ഥലമാണ്, കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ എല്ലാവരും വന്നു കൂടുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനകളുമായിട്ട് അവർ കഴിയുകയാണ് ചെയ്യുന്നത്. ആ അറഫയിൽ വെച്ചുകൊണ്ടാണ് ഒരു പ്രഭാഷണം നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിച്ച സമയത്ത് റസൂൽ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഹജ്ജത്തുൽ വിദാ എന്നറിയപ്പെടുന്ന വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഹജ്ജ് സമയത്ത് അത് അറഫയിൽ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ചരിത്രത്തിൽ അറിയപ്പെടുന്നൊരു പ്രഭാഷണമാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവികതയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ മനുഷ്യരും ഒരൊറ്റ ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമാണ്. ഇന്ന അബാക്കും വാഹിദ് എന്ന് പറഞ്ഞിട്ട് ലാ ഫദല ലി അറബിയിൻ അല അജമിയിൻ വലാ ലി അബിയല്ല അല അസ്വദ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മനുഷ്യർ വംശീയതയുടെ അടിസ്ഥാന വേരുകൾ അറുത്തു കളയുന്നൊരു പ്രഭാഷണമാണ്. വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, അറബിക്ക് അറബി അല്ലാത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാ മനുഷ്യരുടെ എല്ലാം ഏകത്വത്തെയും സമത്വത്തെയും കുറിച്ച് പറഞ്ഞ ഒരു വലിയ പ്രഭാഷണമാണ്. അതിൽ സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വിശ്വാസികളുടെ ബാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്, നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമികമായ ഈ സന്ദേശത്തെ ചുറ്റുപാടിലേക്കും പ്രസരിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് അറഫ എന്ന് പറയുന്നത്. ഇന്നവിടെ മസ്ജിദുൻ നമീറ എന്ന് പറഞ്ഞ വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ആണ് ഇന്ന് ആ ഒരു പ്രസംഗം നടക്കാറുള്ളത്. ജബലുർ റഹ്മ എന്ന് പറയുന്ന ചെറിയൊരു മല, നമ്മൾ അറഫൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു മല ഉണ്ട്. ആ മലയിൽ നിന്നിട്ടാണ് അറഫയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു സ്ഥലമാണ് ജബലുർ റഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട്. പിന്നെ അതുപോലെ കല്ലേറും അതുപോലെ ബലികർമ്മങ്ങളും ഒക്കെ കഴിയുന്നതോടുകൂടി ഹജ്ജ് കർമ്മം അവസാനിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഹജ്ജ് കർമ്മം ശരിക്കും ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുന്നത് അവിടെ പോയി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു രീതി മനസ്സിലാവുക. മറ്റതിങ്ങനെ പറയുമ്പോൾ അതിൻ്റേതായ ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ ഇത് കാണുന്ന സമയത്ത്, ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വിശദീകരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.